ഞാനീ പറയാൻ പോകുന്നത് ചിലപ്പോൾ ഒരു ആനിമി ഹോട്ട് ടേക്ക് ആയിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഒരു ഹാഷ്‌റാസിന് നമ്മുടെ അക്കാസിനെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. നമ്മുടെ ഗ്യോമിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അക്കാസിനെ പിടിച്ച് നിന്നുകൊണ്ട് രാവിലെയാക്കി സൂര്യപ്രകാശം കൊണ്ട് ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അല്ലാണ്ട് നേർക്ക് നേർ നിന്നുകൊണ്ട് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ മെയിനായിട്ട് 2 റീസൺസ് ആണുള്ളത്. ഒന്നാമത് അക്കാസയുടെ ഒരു ബ്ലഡ് ഡീമൺ ആർട്ടാണ്. അത് ഒരു കോമ്പസ് പോലെ വർക്ക് ചെയ്യും. അതായത് ഏത് കോർണറിൽ നിന്ന് ഫൈറ്റിംഗ് സ്പിരിറ്റുമായിട്ട് ഒരാൾ വന്നാലും അക്കാസയ്ക്ക് അത് സെൻസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവർ എന്ത് കാണിച്ചാലും അക്കാസ പെട്ടെന്ന് അതായിട്ട് അഡാപ്റ്റ് ചെയ്യും. അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ മൂവിയുടെ അത് ഗിയോ തന്റെ ഡീമൺ സ്ലെയർ മാർക്ക് അവേക്കൻ ചെയ്തിട്ട് നിമിഷ നേരം കൊണ്ട് തന്നെ അക്കാസ അതൊട്ട് പൊരുത്തപ്പെട്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് താഞ്ചിറോ ആണ്. താഞ്ചിറോ ഇല്ലാത്തൊരു ഫൈറ്റ് ആണെങ്കിൽ അക്കാസ ഒരിക്കലും തന്റെ മെമ്മറീസ് റീഗെയിൻ ചെയ്യത്തില്ല. മെമ്മറീസ് റീഗെയിൻ ചെയ്ത അക്കാസയ്ക്ക് വീണ്ടും തന്റെ തല റീജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് അക്കാസ നമ്മുടെ മുസാനെ പോലെയാകും. തന്റെ ഹെഡ് ഒരു വീക്ക്നെസ് അല്ലാതെ ഒരു ഡീമൻ ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ അക്കാസിനെ ഡിഫീറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല ഒരു ഹാഷ്‌റസിനും കൂടെ പറ്റുമെന്ന്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്ത് പറയാൻ മറക്കണ്ട.